ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ഷോർട്സ് വീഡിയോയുടെ എങ്ങനെ അതിൻ്റെ SEO കറക്റ്റ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമേഷൻ എന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പലരും ആവശ്യപ്പെട്ടതിന് അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയത്തില്ല. അപ്പം എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കീവേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതായത് SEO കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഈ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ഇല്ലാതെ നമ്മുടെ ഷോർട്സുകൾ മൂവ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമ്മളൊരു ഷോർട്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ വെർട്ടിക്കലായിട്ട് പിടിച്ച് വേണം നമ്മൾ ഷോർട്സിനുള്ള വീഡിയോ എടുക്കാൻ. അതുപോലെ തന്നെ നമ്മളപ്പം സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് 9:16 റേഷ്യോ ആയിരിക്കണം നമ്മൾ ക്യാമറ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ പിടിച്ച് വേണം ലോങ് വീഡിയോ എടുക്കാൻ. ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഇത് 16:9 റേഷ്യോ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അത് കിട്ടും. സ്ക്രീൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സ്ക്രീൻ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പം നമുക്ക് SEO കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് YT-യിലും അതുപോലെ തന്നെ യൂട്യൂബിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് വീഡിയോ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗ്രോത്തോടെ നമ്മുടെ വീഡിയോ പോകും. അപ്പം നമുക്ക് വീഡിയോയിൽ നമ്മുടെ SEO കറക്റ്റ് ചെയ്യാനും വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനും, അതായത് ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനും വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പേജിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ 15 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. 15 സെക്കൻഡ്. അപ്പോൾ ആ 15 സെക്കൻഡ് നമ്മൾ അതിൽ തൊട്ട് 3 മിനിറ്റ് വരെ നമുക്കാക്കാൻ പറ്റും. 3 മിനിറ്റായി. 3 മിനിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന, നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല. മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ നേരെ മേളിൽ കാണാം ആഡ് സൗണ്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ 3 മിനിറ്റ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റാണ് ആ മ്യൂസിക്, അത്രയും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ 3 മിനിറ്റുള്ള ഓഡിയോ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ഓഡിയോയ്ക്ക് അനുസരിച്ച് വീഡിയോയുടെ ലെങ്ത്ത് കുറയും. അപ്പോൾ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജ് വന്നു. നമ്മൾ അടുത്ത ആഡ് എന്നുള്ളതിലേക്കാണ് നമ്മൾ കയറുന്നത് അടുത്ത സൈഡിൽ. കാരണം നമ്മൾ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്യാലറി ചെന്ന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ വീഡിയോ അവിടെ വന്നു കഴിഞ്ഞു. ആ വീഡിയോ 22 സെക്കൻഡ് ആണ് ഉള്ളത്. അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കിവിടെ വേണേൽ 22 സെക്കൻഡ് ഉള്ളതുകൊണ്ട് ഇവിടെ സമയം വേണേൽ നമുക്കാക്കാം. പക്ഷേ ഇത് 15 ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും 22 ആക്കുന്നു, 3 മിനിറ്റ് ആക്കുന്നു. അപ്പോൾ നമ്മൾ അത്രയും മിനിറ്റ് വലിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡൺ ബട്ടണിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് പ്രോസസ്സ് ആകാനുള്ള സമയം കൊടുക്കണം. അപ്പം നമുക്ക് നെറ്റ് കുറവാണെങ്കിൽ പ്രോസസ്സ് ആകാൻ അല്പം സമയം എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോസസ്സാവും. തന്നെയല്ല ഇത് 22 മിനിറ്റ് വീഡിയോ ഉള്ളൂ. ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയല്ല, ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യുന്നുള്ളേ ഉള്ളൂ ഈ വീഡിയോ. നമ്മളിപ്പോൾ ആഡ് പേജിൽ വന്നേക്കാണ്. നമുക്ക് വീഡിയോ ഓഫ് ചെയ്യട്ടെ. നമ്മളിപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കളർ കൊടുക്കാനായിട്ട്, അത് ഇതിൻ്റെ കളർ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് റൈറ്റിങ്ങിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും എഴുതാനിട്ടേക്കുന്ന ഹെഡിങ് എഴുതാനിട്ടേക്കുന്ന ഇതിനകത്ത് ഹെഡിങ് ഇട്ടാൽ നമുക്ക് ആ ഹെഡിങ് ഒരിക്കലും പോകുമല്ല, അത് അവിടെ തന്നെ കിടക്കും. വീഡിയോ ഓടുമ്പോഴും അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇടാനാണെങ്കിൽ അത് സാധാരണ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. നമുക്ക് കളർ മാറ്റാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന്, വലത് സൈഡ് രണ്ടാമത്തെ ഓപ്ഷന് തൊടുക. അപ്പോൾ നമുക്ക് അനേകം കളർ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും.
ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഓക്കെ, അതല്ല നമുക്കത് കളറാക്കണമെന്ന്, നല്ല കളറാക്കാനാണെങ്കിൽ നമുക്ക് കളർ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ട് ഇതിപ്പോൾ ഇതൊരു കളറാണ്, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇത് നാച്ചുറൽ കളർ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ, നാച്ചുറൽ കളർ കൊടുത്ത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിൽ ചെല്ലുമ്പോൾ നമുക്കിവിടെ കാണാം ആഡ് ഡീറ്റെയിൽ എന്നുള്ള പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ SEO കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് SEO എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്നുള്ള ഓപ്ഷൻസാണ് ഇത് മുഴുവൻ. അത് കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു നല്ല തമ്പനെയിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ തമ്പനെയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോയുടെ കൂട്ടി തമ്പനെയിൽ തനിയെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, നമുക്ക് ഷോർട്സിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തമ്പനെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മേളിൽ കാണുന്ന, നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഒരു പെൻസിൽ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ആ പെൻസിൽ മാർക്കിലേക്ക് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗമാണ് നമുക്ക് യൂട്യൂബിന് നമ്മൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് പേജിൽ വരേണ്ടത്, അവിടെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എവിടെ നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു അവിടെ ആയിരിക്കും നമുക്ക് ഫ്രണ്ട് പേജായിട്ട് വരുന്നത്. അപ്പോൾ കൊള്ളാവുന്നൊരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ തമ്പനെയിൽ കാണേണ്ട എന്താണിത് സംഭവം എന്ന് കാണുന്നത്. അപ്പോൾ ഇത് കുച്ചിപ്പുടി ഡാൻസാണ്. അപ്പം അത് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഈ എഴുതുന്ന കാര്യമാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഞാനത് എഴുതുകയാണ്. അപ്പോൾ കുച്ചിപ്പുടി ഡാൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതുന്നത്. കുച്ചിപ്പുടി ഡാൻസ് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഈ പേജായിരിക്കും നമുക്ക് യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾ റെഡിയാക്കിയ തമ്പനെയിലും ഈ ഒരു ലെറ്റേഴ്സും ആയിരിക്കും നമുക്ക് കാണുന്നത്. ഇത് നമുക്ക് കളർ ഏത് വേണമെങ്കിലും മാറ്റാം. അതിവിടെ കളർ സെക്ഷൻ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മാറ്റാം. ഇങ്ങനെ പല കളറിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പം ഈ കളർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം മേളിൽ വലത് സൈഡിലുള്ള ഡണ്ണ് കൊടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ വരും. നമുക്കിത് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം, താഴെയോ മേളിലോ നമ്മുടെ മുഖം മറയാത്ത രീതിയിലോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെയായിട്ട് സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വലത് സൈഡിലുള്ള മാർക്ക്, ഓക്കെ, ടിക്ക് മാർക്ക് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പം നമ്മൾ തമ്പനെയിൽ റെഡിയായി. ഓക്കെ, ഇപ്പം ടൈറ്റിൽ ഇപ്പോൾ കൊടുക്കണമെന്നില്ല, നമുക്ക് ടൈറ്റിൽ YT സ്റ്റുഡിയോ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കുള്ളത് ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, ഇത് അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. ഇതുപോലെ അൺലിസ്റ്റഡിൽ തന്നെ ഇടണം. പ്രൈവറ്റിലോ പബ്ലിക്കിലാണെങ്കിൽ നടുക്കായിട്ട് അൺലിസ്റ്റഡിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. നമ്മൾ ലൊക്കേഷൻ, അതിന് ശേഷം ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, എല്ലാവരും അത് കൊടുക്കാറില്ല. ലൊക്കേഷൻ നമ്മൾ ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അതടിച്ചു കൊടുത്താൽ മതിയാവും. അതിന് താഴെ സെലക്ട് ഓഡിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതാണ് സെലക്ട് ഓഡിയൻസ്. അപ്പോൾ ആ സെലക്ട് ഓഡിയൻസ് നമ്മൾ എടുത്തതിന് ശേഷം യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമുള്ള പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ മാർക്ക് ചെയ്യുക. അതിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കമൻറ്റ് ബോക്സ് അടക്കം എല്ലാം ഓഫാവുന്നതാണ് കുട്ടികൾക്കായതുകൊണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആണെങ്കിൽ ഒരിക്കലും മേളിലത്ത് കൊടുക്കരുത്. താഴെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ നോ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ റിലേറ്റഡ് വീഡിയോ, ഇത് നമുക്ക് YT സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി പറയാം. അതിന് താഴെ നമ്മൾ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ്, അത് നമുക്ക് ഈ വീഡിയോ ആരെങ്കിലുമായിട്ട് റീമിക്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ നമ്മുടെ അടുത്ത് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു ഡാൻസ് വീഡിയോ ഉണ്ട്, അത് കൊളാബ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിൽ കയറുന്നു. അവിടെ നമ്മൾ അലോ ഒൺലി ഓഡിയോ റീമിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓഡിയോ മാത്രം എടുത്താൽ മതി, നമ്മുടെ വീഡിയോ എടുക്കരുത്. അതുകൊണ്ട് നമ്മൾ അലോ ഒൺലി ഓഡിയോ റീമിക്സ് കൊടുത്തു. അതിനുശേഷം പെയ്ഡ് പ്രൊമോഷൻ, നമ്മുടെ ഇത്
പെയ്ഡ് ചെയ്യേണ്ടതാണോ എന്നാണ് ഈ ബ്രാൻഡ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇത് പെയ്ഡായിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. പെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരും കാണത്തില്ല. അപ്പോൾ നമ്മളത് പെയ്ഡ് പ്രൊമോഷൻ നോ കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം ഇൻവൈറ്റ് കൊളാബറേറ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് കൊളാബറേറ്റർ, ഈ കാണുന്ന ഓപ്ഷൻ ഇൻവൈറ്റ് കൊളാബറേറ്റർ, ഇതിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് 5 ചാനലിലേക്ക് ഈ പിന്നെ നമ്മുടെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആ 5 ചാനലിലെ ആൾക്കാരും നമ്മുടെ വീഡിയോ കാണും. നമുക്ക് 5 ചാനലിലേക്ക് അവരുടെ YT സ്റ്റുഡിയോയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഫോൺ നമ്പറുള്ളവരോ, അല്ല ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറിൻ്റെ ആവശ്യമില്ല, ഇൻസ്റ്റയോ FBയോ ഇല്ലെങ്കിൽ വാട്സാപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് അവരത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അവിടെ ആഡാകും. അപ്പം അവരുടെ വ്യൂസുകളും, അതായത് അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മുടെ വീഡിയോ കാണും. അപ്പം നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ സഹായിക്കും. അപ്പോൾ അതിന് നമ്മൾ ചാനലിൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കണം. ഞാനിപ്പം ഒരാളുടെ ചാനലിൻ്റെ പേരടിക്കാം. ഓക്കെ. നമ്മുടെ കുറുമ്പി തട്ടുകടയുടെ പ്രീജ എന്നാണ് പേര്. അപ്പോൾ അത് നമുക്ക് ഓക്കെ പ്രീജ കണ്ട, പ്രീജ കുറുമ്പി എന്നുള്ള KU അടിച്ചപ്പോൾ തന്നെ കുറുമ്പി തട്ടുകട എന്നിവിടെ വന്നു. നമ്മളിപ്പോൾ ഇതിൽ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ആ ക്രിയേറ്റ് ലിങ്കിൽ തൊട്ട് കഴിയുമ്പോൾ ഷെയർ ബട്ടൺ കാണാൻ പറ്റും. നമ്മൾ ആ ഷെയർ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ വാട്സാപ്പ് ഓണായി, അതുപോലെ തന്നെ മെസ്സഞ്ചർ ഓണായി, ടെലഗ്രാമുണ്ട്, അതുപോലെ നമ്മുടെ മെസ്സഞ്ചറുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇമെയിൽ വഴി ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് ബ്ലൂടൂത്ത് എല്ലാത്തിലും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം എനിക്ക് വാട്സാപ്പ് നമ്പറാണ് ഉള്ളത്. അപ്പം നമ്മൾ ആ വാട്സാപ്പ് നമ്പർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നു. നമ്മളിപ്പം കുറുമ്പി തട്ടുകട എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വേണ്ടി ഇത് നമുക്ക് കാണാമല്ലോ, കുറുമ്പി തട്ടുകട. അപ്പോൾ അതിൽ നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നു. ഇപ്പം ഞാനിത് ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ വാട്സാപ്പിലേക്ക് ഷെയർ ആവും. അപ്പോൾ ഷെയർ ആയി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ 5 ചാനലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ഷെയർ ആക്കുന്നു, കാരണം ഈ വീഡിയോ ഇടാനല്ലാത്തതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ബാക്ക് ഇറങ്ങുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ. രണ്ടാമത് അലക്റ്റഡ് കണ്ടൻറ്റ്. ഈ അലക്റ്റഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും അതായത് വേറെ എന്തെങ്കിലും വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആഡ് ചെയ്യുമോ, മറ്റേതെങ്കിലും വീഡിയോയിൽ നിന്ന് നമ്മൾ അതെടുത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ അതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഇത് നമ്മുടെ സ്വന്തം വീഡിയോ ആണെങ്കിൽ അവിടെ നമുക്ക് നോ കൊടുക്കാം. ഓക്കെ, നമ്മൾ നോ കൊടുക്കുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങും. ഈ 3 കാര്യങ്ങളും നമുക്ക് YT സ്റ്റുഡിയോയിൽ ചെയ്യുന്നതാണ്. അതേസമയം അത് ലാസ്റ്റിൽ നമ്മൾ കമൻറ്റാണ് നോക്കേണ്ടത്. കമൻറ്റ് ഓണാണ് ഇവിടെ. എങ്കിലും ഞാൻ ഓപ്ഷനൊന്ന് കയറുകയാണ്. ഇവിടെ കമൻറ്റ് ബേസിക് ഓണായിട്ട് കിടക്കുന്ന നമുക്ക് കാണാം. ഓക്കെ, എനി വൺ ആണ് നമ്മൾ കമൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ഇടാൻ പറ്റത്തില്ല. ഇത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമായിട്ട് ഇടുമ്പോൾ ഈ കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ കമൻറ്റ് ഓണാണ്. ഓക്കെ, അവിടെ നമ്മൾ തിരിച്ചിറങ്ങുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂട്യൂബിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ വലത് സൈഡിൽ കാണുന്ന അപ്ലോഡ് ഷോർട്സ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അപ്ലോഡ് ആവുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ആ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്ന കാണാം. ഇനിയും നമുക്ക് പോകേണ്ടത് YT സ്റ്റുഡിയോയിലാണ്. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഓക്കോ, YT സ്റ്റുഡിയോയിൽ നമ്മളെത്തി. YT സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞ് സെക്കൻഡ് ഓപ്ഷനെ കോണ്ടാക്റ്റ് എന്നതിൽ നമ്മൾ കയറുന്നു. കോണ്ടാക്റ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും നമുക്ക് കാണാം. നമ്മൾ വ്യൂ ഓൾ എന്നുള്ള ഓപ്ഷനിൽ തൊടുന്നു. അല്ലെങ്കിൽ ആ വീഡിയോ തൊട്ടാലും മതി. ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ആകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് പബ്ലിക് ആക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇവിടെ
തേണ്ട ക്വാളിറ്റി പ്രോസസ്സിങ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തേണ്ട ഒരു ഇപ്പോൾ താഴെ വീഡിയോ സ്റ്റാറ്റസ് നമ്മുടെ HD ക്വാളിറ്റി വർക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഉടനെ ഇപ്പം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. പക്ഷേ പെട്ടെന്ന് പബ്ലിക് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു HD ക്വാളിറ്റി വർക്കാവുന്നതല്ല. അതുകൊണ്ടാണ് പബ്ലിക് ആക്കരുത്. നമ്മൾ അൺലിസ്റ്റഡിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും മേളിൽ കാണുന്ന പെൻസിൽ മാർക്കിൽ തൊട്ട് കയറുന്നു. വീണ്ടും നമ്മൾ എഡിറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷന് വന്നു. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടൈറ്റിൽ ശരിയാക്കുക എന്നുള്ളതാണ്, ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. അതായത് നമ്മൾ അവിടെ കൊടുത്ത് അതേ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് തംബ്ലൈനിൽ കൊടുത്ത് തന്നെ കുച്ചിപ്പുടി. ഓക്കെ, ഇപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഹാഷ്ടാഗുകളാണ് ഇനി കൊടുക്കാനുള്ളത്. ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കാനുള്ള ഹാഷ് എടുത്തിട്ട് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചുള്ള, നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള കീവേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഹാഷ്ടാഗ് നമുക്കിവിടെ കുച്ചിപ്പുടി എന്നുള്ളത് ഡാൻസ് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡാൻസ് എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡാൻസ് എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞു. മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് കൊടുക്കേണ്ടത്, സോറി. നമ്മൾ ഇപ്പോൾ ഹാഷ്ടാഗ് ഓപ്പണാക്കി അതിനുശേഷം നമ്മൾ ഡാൻസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡാൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വന്ന് കാണാം. കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് നമ്മൾ രണ്ടാമത്തെ ഇത് കാണുന്നുണ്ടല്ലോ, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡാൻസ് വീഡിയോ എന്നുകൂടെ നമുക്ക് ഒരു ഹാഷ്ടാഗ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡാൻസ് വീഡിയോ എന്ന് നിങ്ങൾക്ക് കാണാം. ഈ ഹാഷ്ടാഗ് കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇതൊരു മലയാളം പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് അതിന് ഒരു ഹാഷ്ടാഗ് കൂടെ മലയാളം എന്നൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ മലയാളം എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മലയാളം എന്നുള്ള ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ഹാഷ് ഇട്ട് നമുക്ക് പിന്നെ കീവേഡ് കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. ചാനലിൻ്റെ പേര് എല്ലാവരും കൊടുക്കുന്നത് ഗന്ധർവൻ എന്നുള്ള ചാനലിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ അപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ താഴെ ആഡ് ഡിസ്ക്രിപ്ഷനിൽ കയറുന്നു. ഇവിടെയും നമുക്ക് കൊടുക്കേണ്ട ഹാഷ്ടാഗുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഹാഷ്ടാഗുകളാണ് കൊടുക്കേണ്ടത്. സെയിം ഹാഷ്ടാഗുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം കുച്ചിപ്പുടിയിൽ നിന്ന് എടുത്ത് അതേ സെയിം ഹാഷ്ടാഗുകൾ ഇവിടെ കൊടുക്കാൻ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം നമുക്ക് മനസ്സിലായല്ലോ, അതേ ഹാഷ്ടാഗാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ 15 ഹാഷ്ടാഗ് വരെ നമുക്ക് ആഡാക്കാൻ പറ്റും. പക്ഷേ 3 മാത്രമേ നമുക്ക് സെലക്ട് ആകത്തുള്ളൂ. 3 യൂട്യൂബ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കുച്ചിപ്പുടി എന്നെഴുതി നമ്മൾ ഹാഷ്ടാഗ് ഇടണം. അതിന് തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് വേണം ഈ കാര്യങ്ങളുടെ. ഇവിടെ നമുക്ക് 3 സെലക്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് 15 വരെ ഇവിടെ അലൗഡ് ഉണ്ട്. എന്നാലും നമുക്കൊരു 5 കൊടുക്കണം. അപ്പോൾ 5 കീവേഡുകൾ ഇവിടെ നമുക്ക് കൊടുക്കാറുണ്ട്. ഇതിനകത്ത് സ്പേസ് വരാതെ വേണം ഇത് കൊടുക്കാൻ. ഹാഷ്ടാഗ് കൊടുക്കുമ്പം സ്പേസ് ഇല്ലാതെ വേണം. അടുത്ത് ഇവിടെ സ്പേസ് കാണാൻ പാടില്ല. ഇങ്ങനെ സൈഡിൽ സ്പേസ് ഇല്ലാതെ ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ സ്പേസ് വരാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 5 ഹാഷ്ടാഗുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ഇറങ്ങുന്നു. അതിനുശേഷം റിലേറ്റഡ് വീഡിയോ, ഇത് ഞാൻ പറഞ്ഞാൽ നമ്മൾ വൈറ്റിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പം റിലേറ്റഡ് വീഡിയോ എടുക്കുന്നു. ഓക്കെ, റിലേറ്റഡ് വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്യാൻ നമ്മളിപ്പോൾ ഈ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ എന്നുള്ള ഈ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നു. വേണ്ട, അവിടെ വന്നു കഴിഞ്ഞ് ആഡായി കഴിഞ്ഞു. അപ്പം അവിടെ നമുക്ക് ഈ നമ്മുടെ ഡാൻസ് വീഡിയോ, കുച്ചിപ്പുടി ഡാൻസ് വീഡിയോ കാണുമ്പം നമുക്കവിടെ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ എന്നുള്ള വീഡിയോയുടെ പ്ലേ ബട്ടൺ അവിടെ വരും. അപ്പം നമ്മളത് പ്ലേ ചെയ്ത്, അപ്പോൾ ഇത് കാണുന്നവർക്ക് ആ പ്ലേ ബട്ടൺ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ വീഡിയോയും കാണാൻ പറ്റും. അതാണ് റിലേറ്റഡ് വീഡിയോ. ഓക്കെ, അവിടുന്ന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും താഴെ ടാഗ് ഷോർട്സ് റീമിക്സിങ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. അവിടെ നമുക്ക് കാണാം ആഡ് ടാഗ്. ഇവിടെ നമുക്ക് കീവേഡ്സ് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കീവേഡ്സ് കൊടുക്കുമ്പം ഹാഷ് കൊടുക്കേണ്ട കാര്യമില്ല. ഹാഷ് ഇല്ലാതെ നമുക്ക് കീവേഡ് കൊടുക്കുകയാണ് ഇവിടെ വേണ്ടി. അവിടെ കൊടുത്ത അതേ ഹാഷ് ടാഗ് തന്നെ കൊടുക്കേണ്ടത്. അതായത് കുച്ചിപ്പുടി എന്നുള്ള
ഹാഷ്ടാഗാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിത് അടിക്കുന്നില്ല, കാണിക്കുന്നേ ഉള്ളൂ, കുച്ചിപ്പുടി. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് 5 ഹാഷ്ടാഗ് കൊടുക്കാം. അതിനുശേഷം ഈ ഓഡിയോ റീമിക്സിനൊക്കെ നമ്മൾ ഉള്ളിൽ കൊടുത്തതാണ്. നേരെ താഴോട്ട് വരുമ്പോൾ കാറ്റഗറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. കാറ്റഗറി, ഇപ്പോൾ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ആ കാറ്റഗറിയിലേക്ക് നമ്മൾ കയറുന്നു. കയറിക്കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. കോമഡി ആണെങ്കിൽ കോമഡി, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അതുകൊണ്ട്, മ്യൂസിക്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ കാറ്റഗറി തീർച്ചയായിട്ടും നമ്മളത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇതായതുകൊണ്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റാണ്, ഞാൻ കോമഡി അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അവിടെ വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന അലൗ എംബഡിങ് എന്നുള്ള ഓപ്ഷൻ, അത് ഓണാണ്. അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വാട്സാപ്പിൽ ആരെങ്കിലും ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് അലോവിൽ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വാട്സാപ്പിൽ വെച്ച് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം നമുക്കൊരു കാരണവശാലും ആ വ്യൂസോ അതിൻ്റെ വാച്ച് ടൈമോ കിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോ എന്നുള്ളത് ഈ ടിക്ക് മാർക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ വാട്സാപ്പിൽ ഷെയർ ചെയ്താലും അവർ കയറി യൂട്യൂബിൽ പോയി മാത്രമേ അവർക്ക് ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിക്ക് മാർക്ക് എടുത്ത് മാറ്റുന്നത്. ഞാൻ വീണ്ടും ടിക്കറ്റ് കാണിക്കാം. ഈ ടിക്ക് മാർക്ക് നമ്മൾ എടുത്ത് മാറ്റണം. മാറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ കയറി കാണേണ്ടി വരും. ഒരിക്കലും വാട്സാപ്പിൽ വെച്ച് കാണാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും ഇവിടെ ചെയ്യാം. ഇതിന് ശേഷം ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇത്രയും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ബാക്ക് ഇറങ്ങി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് സേവ് കൊടുക്കണം. ഇത് എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അപ്ലോഡിങ്, അതാണ് പലരും ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ SEO കറക്റ്റ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെങ്ങനെയാണ് പബ്ലിക് ആവുന്നുള്ളത്. ഇപ്പോൾ അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അൺലിസ്റ്റഡിലെ തൊട്ട് കയറുന്നു, ഇത് കാണാമല്ലോ. ഈ അൺലിസ്റ്റഡിലെ നമ്മൾ തൊടുന്നു, നേരെ കയറിപ്പോകുന്ന ഈ പേജിലേക്കാണ്. അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. ഓക്കെ, സെറ്റ് വിസിബിലിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അൺലിസ്റ്റഡാണ്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഏറ്റവും താഴെ കാണുന്ന സെർച്ചബിൾ എന്നുള്ള ഓപ്ഷൻ. അതിൽ തൊട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റും, നമ്മൾ നാളത്തെ ഡേറ്റാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ ഡേറ്റ് അല്ല, നാളത്തേക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ ആരയെ തൊട്ട് വീണ്ടും ഈ കാണുന്ന ആരയെ തൊട്ട് നമ്മൾ വീണ്ടും കയറുന്നു. കയറി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഒരു കലണ്ടർ കാണാം. നമ്മുടെ ഡിസംബർ മാസത്തെ ഈ മാസത്തെ കലണ്ടർ കാണാം. അപ്പം നമുക്ക് ഇന്ന് രാവിലെയാണ് ഇത്, ഇപ്പം ഞാൻ എടുക്കുന്ന ഇത് രാത്രിയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ 11 കയറുക. ഇത് നാളത്തേക്കുള്ളതാണ്. 12 അടുത്ത ഡേറ്റേ വരുള്ളൂ. നമ്മളിപ്പോൾ 11 തൊട്ട് കഴിഞ്ഞാൽ അത് 11 വരും. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുന്നു. ഓക്കെ ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ സമയം കാണാം. ഇത് ക്ലോക്കല്ല, 12 മണിക്കൂറാണ്. ഈ 12 മണിക്കൂറിൽ ഏത് മണിക്കൂറാണ് നമുക്ക് ഷോർട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആകേണ്ടത്, ആ സമയമാണ് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പം മേളിൽ കാണാം AM PM ഉണ്ട്. രാവിലെ ആണെങ്കിൽ AM നമുക്ക് ഇടാൻ പറ്റും. PM മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാറുന്ന കാണുന്നുണ്ട്. നമ്മൾ തൊട്ട് കഴിയുമ്പം അത് PM മാറി വീണ്ടും AM ഞാൻ കൊടുക്കുന്നു. എനിക്ക് 6:30 ഈ ഷോർട്സ് ഇടേണ്ടതെന്ന് ഞാനിപ്പോൾ ടൈം വെക്കുകയാണ്. അപ്പം നമ്മൾ തീർത്തും ഈ 12 നിൽക്കുന്നത് വെളുപ്പിനെ രാത്രി 12 മണിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളത് 6 തൊട്ട് കഴിയുമ്പോൾ അത് രാവിലെ 6 മണിയാകും. ഓക്കെ, 6 മണിയായി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് മിനിറ്റുകൾ ആണ് കാണിക്കുന്നത്. മണിക്കൂർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, 6 മണിന്ന് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 600 കാണുന്നിടത്ത് നമുക്ക് 6:15 6:30 എന്നാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇത് 6:15 കൊടുക്കാം. 6:30 കൊടുക്കണേ 30 തൊട്ടാൽ മതി. ഇപ്പം നമ്മൾ 6:15 എന്ന് വെച്ചാൽ 6:15 ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് ആകണം. അതുകൊണ്ട് നമ്മൾ 6:15 കൊടുക്കുന്നു. ഓക്കെ, 6:15 കൊടുത്തു, നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ കാണാം 11, ഇത് കാണുന്നുണ്ടല്ലോ, ഇത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് 11 ഡിസംബർ
2025 6/15 നമ്മുടെ ഷോർട്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പബ്ലിക് ആവുന്നതായിരിക്കും. അപ്പം ഇന്ന് രാവിലെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ 6:15 അത് ഓണാവും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് ബട്ടൺ. ഇപ്പോൾ അൺലിസ്റ്റഡിൽ ഇത് പോസ്റ്റായി. ഓക്കെ, സേവായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പം ഇവിടെ നമ്മൾ ടൈമാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഇത് കൃത്യം ക്ലോക്കിൻ്റെ പടം കാണിക്കുന്നുണ്ട്. വിസിബിലിറ്റിയിൽ നമുക്ക് ക്ലോക്കിൻ്റെ പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ മാത്രമേ ഇത് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെ അപ്ലോഡ് ആയിക്കോളും. നമ്മൾ കൃത്യം നമ്മുടെ ആ സമയമാകുമ്പം ഇത് 6:15 ഇത് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അതിനുശേഷം ബാക്ക് ഇറങ്ങി നമുക്ക് കാണാം, അവിടെ സമയം കൊടുത്തിട്ടുള്ളത് കാണാം. ആദ്യം കിടക്കുന്ന ഷോർട്സിനകത്ത് സമയം കാണാൻ പറ്റുന്നുണ്ട്. കാണാമല്ലോ, ആദ്യം കിടക്കുന്ന ഷോർട്സിനകത്ത് നമുക്ക് സമയം കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ബാക്ക് ഇറങ്ങുക, ഇത്രയേ ഉള്ളൂ. നമ്മുടെ SEOയും ടൈമറും ഇതാണ്. ഇത് ഇങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബിൽ കയറി ചെന്നാലും നമുക്ക് ആ വീഡിയോ അവിടെ കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒന്നാമത് കിടക്കുന്ന നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 11 ഡിസംബർ 25. ടൈം ഇല്ലെന്നുള്ളേ ഉള്ളൂ. കറക്റ്റ് 6:15 ഇത് അപ്ലോഡ് ആവും. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ കറക്റ്റായിട്ടൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.